പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്ക 4:13. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ കൂലിപ്പണിക്കാരായ മാതാപിതാക്കളുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. വീട്ടിലെ കഷ്ടപ്പാടും ദാരിദ്ര്യവും കുഞ്ഞുനാളിൽ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ വീട്ടിൽ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എൻ്റെ അപ്പനും അമ്മയും ഞങ്ങളും അവരോടൊപ്പം മുടങ്ങാതെ പള്ളിയിൽ പോകുമായിരുന്നു. ഒരു ദിവസം പോലും വീട്ടിൽ ജപമാല മുടക്കാറില്ല. വളരെ കഷ്ടപ്പാടിലൂടെയാണ് അനുദിന ജീവിതം മുന്നോട്ടു പോയിരുന്നത്. എന്നിരുന്നാലും സന്തോഷമായിരുന്നു വീട്ടിൽ എപ്പോഴും. എൻ്റെ ചേട്ടൻ കുരിയച്ചൻ വളർന്ന് ജോലി ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ വീട്ടിലെ കഷ്ടപ്പാടിനൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി. അപ്പന്റെയും അമ്മയുടെയും ഒപ്പം ചേട്ടൻ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം വലിയ ആശ്വാസമായിരുന്നു വീട്ടിൽ. ചേട്ടന്റെ കഠിനാധ്വാനത്തിലൂടെ ഏറെ ഉയർച്ച ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാനിടയായി. എന്നാൽ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. പെട്ടെന്നൊരു ദിവസം ചേട്ടന് വല്ലാത്ത പനി വന്നു, ഒപ്പം നടുവേദനയും. പനി മാറിയെങ്കിലും നടുവേദന കുറഞ്ഞില്ല. തുടർന്നുള്ള പരിശോധനയിൽ ചേട്ടന്റെ ആരോഗ്യം വളരെ മോശമാണെന്നും അധിക നാൾ ചേട്ടൻ ജീവിക്കില്ല എന്നും പറഞ്ഞു. എല്ലാവരും കണ്ണീരോടെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചേട്ടന്റെ രോഗം മാറി തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചേട്ടനെ ദൈവം വിളിച്ചു. ഒരിക്കലും അംഗീകരിക്കാനും സഹിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. അത്രമാത്രം ഞാൻ ചേട്ടനും ചേട്ടൻ എനിക്കും പ്രിയപ്പെട്ടവനായിരുന്നു. വേദന സഹിക്കാനാകാതെ ദൈവത്തെ ഏറെ പഴിച്ചു. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത ദൈവത്തോട് ഇനി പ്രാർത്ഥിക്കില്ല എന്ന് മനസ്സിൽ കരുതി. വിശുദ്ധ കുർബാനയും ജപമാല പ്രാർത്ഥനയും മറ്റുള്ളവരെ കൂടിക്കില്ലായിരുന്നു ആ ദിനങ്ങളിൽ. എന്നാൽ അധിക ദിവസങ്ങൾ അങ്ങനെ കരുതാനൊന്നും ദൈവം അനുവദിച്ചില്ല. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ കാണാനോ അവരുടെ വാക്കുകൾ കേൾക്കാനോ ആദ്യ ദിവസങ്ങളിൽ ഒട്ടും താല്പര്യം കാട്ടിയില്ല. ദേഷ്യമായിരുന്നു അവരോടും. എല്ലാവരുടെയും പ്രാർത്ഥനയും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രത്യാശയോടുള്ള പ്രാർത്ഥനയും മനസ്സിന് പതിയെ പതിയെ ആശ്വാസം നൽകി. ഒരു പരാതിയുമില്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നിറവേറാൻ എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് കൂടുതൽ തീക്ഷ്ണതയോടെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുരിശിൻ ചുവട്ടിലെ പരിശുദ്ധ അമ്മ സഹിച്ച അത്രയും വേദന എനിക്കില്ലല്ലോ എന്ന് അമ്മ ആശ്വസിച്ചു. പിന്നീട് അനുദിനമുള്ള വിശുദ്ധ കുർബാനയും മുടങ്ങാതെ ഭക്തിയോടെ സമർപ്പിച്ച ജപമാലയുമെല്ലാം എൻ്റെ ഹൃദയത്തെ പ്രത്യാശയുടെ കിരണങ്ങൾ അണയാതെ ജ്വലിക്കുന്നതിന് കാരണമായി എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു.